നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം ഷൈനിയുടെ കടബാധ്യത, ആരാണ് ആ കടബാധ്യത ചുമക്കേണ്ടത് എന്നതാണ്. ഷൈനിയുടെ കടബാധ്യത സംബന്ധിച്ചത് വീട്ടാനായിട്ട് ഒരു പ്രവാസി സംഘടന മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പിരിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ലെറ്ററാണ് ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്. അതായത് ഷൈനി കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും കടമെടുത്ത തുകയിൽ ബാക്കിയായ 95,225 രൂപ ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് നൽകാമെന്ന് ഞങ്ങൾ അവരെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് അശ്വതി അജിമോൻ അയച്ചു തന്ന ഷൈനിയുടെ കടത്തിനെക്കുറിച്ചുള്ള വിവരം താഴെ പ്രസിദ്ധീകരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഒരു കടത്തെക്കുറിച്ച് ഒരു മൊത്തത്തിലൊരു കണക്ക് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കണക്ക് ആണ് ഞങ്ങളിപ്പോൾ കാണിക്കാം. കണക്കിൽ പറയുന്നത് 95,225 രൂപ ഈ ബാലൻസ് അടച്ചു തീർക്കാനുണ്ട്. ആ തുക മറ്റുള്ളവരിൽ നിന്ന് പിരിവിട്ട് അടയ്ക്കാനായിട്ട് ചാരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് തയ്യാറാകും. ഈ വിഷയമായിട്ട് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് സോണി കല്ലറയ്ക്കലാണ്. സോണി, ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഈ 95,225 രൂപ അടയ്ക്കാനുള്ള ബാധ്യത ഷൈനിക്ക് തന്നെയായിരുന്നോ? അത് അടച്ചു തീർത്താൽ അതിൻ്റെ ഗുണം ഷൈനിക്കും ഷൈനിയുടെ കുഞ്ഞുങ്ങൾക്കുമാണോ കിട്ടും? അല്ല, ഒരിക്കലും ഇല്ല. ഷൈനിയുടെ ആ കടത്തിന്റെ കാര്യം കുടുംബശ്രീയുടെ വായ്പ എടുത്ത കടത്തെ പറ്റി നമ്മൾ പറഞ്ഞ പല മാധ്യമങ്ങളോട് നമ്മൾ കണ്ടതാണ്. ആ പണം ഷൈനിയുടെ ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയ തുകയാണ്. അമ്മായച്ചന്റെ രോഗചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ എടുത്ത തുകയാണ്. അത് ഷൈനിയുടെ മാത്രം തലയിൽ കെട്ടിവെക്കുന്നതിന് കാര്യമില്ല. അത് വീട്ടേണ്ടത് വീട്ടേണ്ടത് ഷൈനിയുടെ ഭർത്താവും കുടുംബക്കാരുമാണ് എന്നുള്ളതാണ്. ഇനിയിപ്പം ഇതിനു വേണ്ടി ഒരു ചാരിറ്റി സംഘടന പിരിവെടുത്ത് അതിനെ വീട്ടാൻ ശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷൈനിയുടെ കൊലപാതകളെ സംരക്ഷിക്കുന്നതിന് തുല്യമാകും. അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അയലോക്കത്ത് അന്വേഷിക്കുമ്പോൾ പറയുന്നത് വീട് ഒറ്റ നിലയായിരുന്നു. അതിനകത്ത് മുകളിൽ അച്ഛന് വേണ്ടി ഒരു മുറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു അരമന പോലെ ആർച്ച് വാതിലൊക്കെ പണിഞ്ഞ് ഒരു അരമന പോലെ ഒരു സാധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ അരമന അവിടെ ഉണ്ടാക്കി. അപ്പോൾ അത് അച്ഛനെ ഉലാത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അച്ഛന് അരമനയിൽ കഴിയാൻ കഴിയില്ല. അച്ഛന് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ വന്ന് കഴിയാൻ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനുവേണ്ടി ലോൺ എടുത്ത പൈസ അതിനുവേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് അയൽവക്കാർ പറയുന്നു. ആ സമയത്താണ് അതിനുവേണ്ടിയാണെന്ന് പറഞ്ഞാണ് കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് അടച്ചു തീർക്കാൻ ബാധ്യത അച്ഛനാണ്, നോബി പോലും അല്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ അത് പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് അടച്ചു തീർക്കേണ്ടത്. എന്നിട്ട് ഈ കടബാധ്യതകൾ ബോബിയുടെ തോളിലോ ആ കുടുംബത്തിൻ്റെ തോളിലോ വരേണ്ടതിന് പകരം അത് ഈ സാധാരണ ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇവർക്ക് ഫ്യൂച്ചറിൽ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് എന്തായിരിക്കും സോണി അവരുടെയൊക്കെ നിലപാട് എന്തായിരിക്കും? ഇല്ല, ഷൈനിയുടെ ഭർത്താവിനെ പോലെയുള്ള മൃഗീയ വാസനയുള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊണ്ട് ഇങ്ങനെ ലോൺ എടുപ്പിച്ചിട്ട് ഇങ്ങനെ സഹായിക്കുന്ന ഒരു മെത്തഡിലേക്ക് വരും. അവർ ഭാര്യമാരെ കൊണ്ട് ലോൺ എടുപ്പിച്ച് നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്കും ഒരു കീഴ്വഴക്കമാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ഷൈനിയുടെ കുട്ടികളുടെ ആത്മാവ് ക്ഷമിക്കുകയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ ഇതിൻ്റെ പേരിലാണ് ഒത്തിരി ആക്ഷേപങ്ങൾ കേട്ടത്. അത് അന്ന് ഷൈനിയെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. ഷൈനി മരിച്ച ശേഷം വായ്പാ തുക എടുത്ത് സഹായിക്കുന്നതിന് എന്തർത്ഥമാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഷൈനിയുടെ കൊലപാതകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഉപകരിക്കുകയുള്ളൂ. ഷൈനിക്ക് ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാൻ കഴിയാത്ത സഹായം ഷൈനിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ട. ഇനിയും അത് ആ ചാരിറ്റി സംഘടന ചെയ്യേണ്ടത് നോബിയും ബോബിയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ്, അവർക്ക് വേണ്ടി ഒരു പിരിവ് വേണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. ദയവായിട്ട് ആ പാവങ്ങളുടെ പടം വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി തയ്യാറാകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ അതിനെക്കുറിച്ച് സോണിക്ക് പറയാൻ? അല്ല, ഈ ചാരിറ്റി സംഘടന പിരിക്കുന്നതിന് കുഴപ്പമില്ല. ഷൈനിയെ കൊന്ന ഘാതകരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചാൽ അത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഷൈനിയുടെ തന്നെ മകൻ ഇവിടെ പഠിച്ചു വളരുന്നുണ്ട്. അവന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു സഹായ നിധിയിലേക്ക് വല്ലതും ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അല്ലാതെ ഷൈനി കുടുംബശ്രീയിൽ നിന്ന് എടുത്ത പൈസയുടെ ഉത്തരവാദിത്വം അവരുടെ കുടുംബക്കാർക്ക് തന്നെയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. അതായത് ഷൈനിയുടെ ഭർത്താവിന്റെ കുടുംബക്കാർക്ക് വേണ്ടിയാണ് ആ പണം കുടുംബശ്രീയിൽ നിന്ന് വായ്പയായിട്ട് എടുത്തത്. അതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിന്റെ കുടുംബക്കാരുമാണ്. അവരാണ് തീർച്ചയായിട്ടും വീട്ടേണ്ടത്, അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പം ഇതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇത് ഇനി പല കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നടക്കും. ഭാര്യമാരെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്ന ഒരു സ്ഥിതി, അത് വീട്ടാൻ ആൾക്കാരുണ്ടാവുമല്ലോ. അവരെ നാളെ കൊന്നു കുഴിച്ചുകൂടി കഴിയുമ്പോഴത്തേക്കിന് ഇതുപോലെ വീട്ടാൻ ആൾക്കാർ രംഗത്ത് വരുമ്പോൾ സ്ഥിതി ഉണ്ടായാൽ ബോബിയെ പോലെ ധാരാളം ഭർത്താക്കന്മാർ അത് മുതലെടുക്കുക തന്നെ ചെയ്യും. അതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇതിനകത്ത് അവർ പറയുന്നൊരു കാര്യം, ഈ 13 സ്ത്രീകൾ ആണ് ഇവർക്ക് ജാമ്യം നിന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ മേളിലൊക്കെ ഈ ബാധ്യത പോകുമെന്നത് കൊണ്ടാണ് അവർ സഹകരിക്കുന്നതാണ് പറയുന്നത്. ശരിയായിട്ടും ഈ 13 പേരെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വേറൊരു ഷൈനിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഈ തുച്ഛമായ പൈസ കൊണ്ട് ഒരു അടച്ചു തീർത്ത് അവർ ലോൺ എടുത്ത് ഒരു കാര്യം സാധിക്കാനിരിക്കുന്ന അവരും ഇതേപോലെ വേറൊരു ഷൈനിയായിരിക്കും.
അപ്പോൾ അവരെക്കുറിച്ചാണ്, അതേപോലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുകയാണ് വേണ്ടത്. അവരുടെ കടം വീട്ടാൻ ശ്രമിക്കുന്ന ഒന്നും ഒരു കഥയില്ല. ഏതായാലും ഒരു പേപ്പറും ഒരു കോടതിയും ഷൈനിക്കും ഷൈനിയുടെ മക്കൾക്കും അയക്കാൻ പോകുന്നു. ഇനി അയക്കാൻ പോകുന്നത് ഷൈനിയുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞാണല്ലോ ഷൈനി കൊണ്ടുവന്ന് ഷൈനിയുടെ ബോഡി പിടിച്ച് കൊണ്ടുപോയി ആ വീട്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഷൈനിയും ഹസ്ബൻഡും ഇതുവരെ വേർപിഴിയാത്രത്തോളം കാലം ഷൈനിയുടെ ബാധ്യതയാണെങ്കിൽ അത് തീർക്കേണ്ട ഉത്തരവാദിത്വം നോബിക്കുണ്ട്. നോബിയുടെ കയ്യിൽ ഷൈനിയുടെ സ്വർണങ്ങളും ഷൈനിക്ക് വേണ്ടി പിന്നെ പിതാവ് കൊടുത്ത പണവും ഒക്കെ ഉണ്ടല്ലോ. ഷൈനിയുടെ അധ്വാനം തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ അധ്വാനം അവർ തിന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവരാണ് അത് കൊടുത്തു തീർക്കേണ്ടത്. ഇത് നോബിയുടെ ഔദാര്യമൊന്നും ഷൈനിക്കും വേണ്ട, ഷൈനിയുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ട. നോബി യഥാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്, നിങ്ങൾക്ക് താമസിക്കാൻ വേസിയൊക്കെ വെച്ച് നിങ്ങൾ പണിഞ്ഞിരിക്കുന്ന ആ വീട് നിങ്ങൾക്കാണ്. നിങ്ങൾക്കിനി അടുത്തൊരു വിവാഹം കഴിക്കാം. ഇതേപോലെ ഒരു പെണ്ണിനെ കൂടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പിന്നെ പാടത്തും പറമ്പിലും പണിയെടുപ്പിക്കാം. അതിനൊക്കെ നിങ്ങളൊക്കെ നടക്കട്ടെ. അതുകൊണ്ട് ഷൈനിയെയും കുഞ്ഞുങ്ങളെയും നിങ്ങൾ വിടുക. ദയവ് ചെയ്ത് ഈ ചാരിറ്റി സംഘടന നല്ല ചാരിറ്റി സംഘടനയാണ്, ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ്. അവർ ഈ വളരെ തെറ്റായിട്ടുള്ള ഒരു നീക്കമാണ്. നിങ്ങളെ അത് അറിയിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ സോണി നമ്മുടെ ഈ ചർച്ചയുടെ ഉദ്ദേശം അത് തന്നെയല്ലേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഷൈനിക്ക് ഒരു വാഹനം ഉണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട്. വേണമെങ്കിൽ അത് കണ്ടുകെട്ടാൻ സാധിക്കും സൊസൈറ്റിക്ക്. ഇനി ഷൈനിയുടെ വാഹനം ആ കുടുംബത്തിന് ആവശ്യമില്ല. കാരണം ഷൈനി മരണപ്പെട്ടു. പിന്നെ മരണപ്പെട്ട ഷൈനിയോട് വായ്പ തുക ചോദിക്കുന്നത് നിയമപരമായിട്ട് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഷൈനിയുടെ പേരിൽ ഒരു പിക്കപ്പും ഒരു സ്കൂട്ടറും ഉണ്ടെന്ന് പറയുന്നത് ബാങ്ക് എടുത്തോണ്ട് പോട്ടെ, ജപ്തി ചെയ്യട്ടെ. ഇവരുടെ കൈ പണമില്ലെങ്കിൽ ഷൈനിയുടെ സ്വന്തമല്ലേ, ഷൈനി കൊണ്ടുപോട്ടെ, ബാങ്കുകാർ കൊണ്ടുപോട്ടെ. ഈ 13 പേരുടെ പ്രശ്നം പരിഹരിക്കട്ടെ. ശരിയായിട്ട് ഈ ചാരിറ്റി സംഘടന ഈ കേസ് ഏറ്റെടുക്കണം. കേസിൽ എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടി ഷൈനിയുടെ അച്ഛൻ പ്രവർത്തിക്കുമെന്നറിയില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം ഷൈനിയുടെ അച്ഛൻ ആ കേസ് കൊടുക്കാനായിട്ട് തയ്യാറാകുന്നു. ഇത് ജനങ്ങളെ പേടിച്ച് തന്നെയാണ്, അല്ലാതെ ഈ കേസൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ. ജനങ്ങളുടെ തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കേസ് ഞങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കാണിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്തൊരു ആത്മാർത്ഥതയൊന്നും ഷൈനിയുടെ അച്ഛനിൽ നിന്നുണ്ടാവില്ല. കാരണം എന്ത് കാരണവശാലും ഈ ഇവിടുത്തെ ഉള്ള സർവ്വ പ്രതികളെയും ചേർത്ത് എഴുത്തെഴുതി വെച്ചിട്ടുണ്ടായിരുന്നിരിക്കും. ആ എഴുത്തിൽ സ്വന്തം അച്ഛൻ്റെയും പേരുണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെ ആ കത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കത്ത് എഴുതാതെ, ഒരു വാട്സപ്പ് മെസ്സേജ് പോലും ആ സ്വന്തം സുഹൃത്തിന് പോലും വഴിയിടി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് മെസ്സേജ് പോലും അയക്കാതെ ഒരാൾ പോയി ചാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷൈനിയുടെ പിതാവിൽ നിന്ന് ഈ കേസിൽ ആത്മാർത്ഥമായ ഇടപെടലുണ്ടാവില്ല. ഈ ചാരിറ്റി സംഘടന ചെയ്യേണ്ടത് കൃത്യമായി ഈ കേസിൽ ഇടപെട്ട് 2-3.5 വർഷം മുമ്പേ പിന്നെ ഷൈനി പോലീസ് സ്റ്റേഷനിൽ പോയി നൽകിയ ഗാർഹിക പീഡനത്തിൻ്റെ ഒരു കേസുണ്ട്. ആ കേസിൽ വിവരാവകാശം കൊടുത്തിട്ട് ആ കേസ് എടുക്കുകയും ആ കേസും എടുത്തിട്ട് ഈ അച്ഛനെയും MIHനെയും MIMയ്ക്കും വേണ്ട നടപടികളൊക്കെ അവരെയൊക്കെ ചേർത്താണ് പ്രതിയാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. ആ കേസ് ഇവർ മുക്കിക്കളഞ്ഞു. അത് വീണ്ടും പുനർജീവിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഈ ചാരിറ്റി സംഘടന ആരെങ്കിലും ചെറിയ ചെറുപ്പക്കാരനെ അവിടെ ഏർപ്പെടുത്തി ആ കാര്യങ്ങൾ നടത്തി ആ കേസിന് ബലമുണ്ടാക്കുകയും ഇവരെ എല്ലാവരെയും തുറുങ്കലിലടയ്ക്കാനും ആണ്. ഷൈനിയും മക്കളും മരണപ്പെട്ടപ്പോൾ തന്നെ ആ ബോഡിയെ വെച്ച് മുതലെടുപ്പ് നടന്നു 2 വീട്ടുകാരും തമ്മിൽ. ആ ഷൈനിയുടെ പേരിൽ ചാരിറ്റി ഉണ്ടാക്കി അതിന്റെ പേരിൽ പണം പിരിക്കുന്നു, അത് കുടുംബശ്രീക്കാർക്ക് നൽകുന്നു. അത് എന്ത് അർത്ഥം? അത് ഷൈനിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഷൈനിയുടെ ഭർത്താവും ആ കുടുംബാംഗങ്ങളുമാണ് ആ പൈസ കുടുംബശ്രീക്കാർക്ക് നൽകേണ്ടത്. പിന്നെ ചാരിറ്റി സംഘടനയ്ക്ക് ഒരു കാര്യം ചെയ്യാം, ഷൈനിയുടെ ഘാതകരെ മുഴുവൻ തുറങ്കലടയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിയമ സഹായത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ പണം വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഷൈനിയുടെ മകൻ വളർന്നു വരുന്നുണ്ട്, അവന്റെ പഠനകാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിധിയായിട്ട് വേണമെങ്കിൽ ഇത് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് സഹായിക്കാൻ രംഗത്തെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഇതാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുണ്ടെന്ന വിഷയം. അപ്പം മറ്റൊരു വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.